സഹപാഠിയുടെ മർദ്ദനമേറ്റ് കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വളയാർ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി അമ്മയുടെ ചെറിയച്ഛൻ. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി പരിശോധന ഊർജിതമാക്കി അന്വേഷണ സംഘം. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്തനംതിട്ട കൂട്ടപീഡനക്കേസിൽ നിന്നും പ്രതിയെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയാൾ അറസ്റ്റിലായി. കേസിലെ ഒന്നാം പ്രതിയുടെ സഹോദരൻ ചെന്നീർക്കര തോട്ടുപുറം സ്വദേശിയായ ജോമാൻ മാത്യുവാണ് പോലീസിന്റെ പിടിയിലായത്. പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ച് 8.5 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. പോലീസിനും അഭിഭാഷകനും പണം നൽകണമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പുകൾ നടന്നത്. 59 പ്രതികൾ ഉൾപ്പെട്ട പത്തനംതിട്ട പോക്സോ കേസിൽ നിന്നും പ്രതിയായ മകനെ രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് കേസിലെ പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഗുരുതര കുറ്റകൃത്യമാണ് മകൻ ചെയ്തിരിക്കുന്നതെന്നും മകനെ ജാമ്യത്തിലിറക്കുന്നതിനും കേസ് നടപടികൾക്കുമായി വലിയ തുക ആവശ്യമാണെന്നും തട്ടിപ്പ് നടത്തിയ ജോമോൻ പോക്സോ കേസ് പ്രതിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചു. പോലീസിനും അഭിഭാഷകനും നൽകാൻ പണം തന്നെ ഏൽപ്പിക്കാനും ഇയാൾ പ്രതിയുടെ അമ്മയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ജനുവരി 17 മുതൽ 5 തവണകളായി പ്രതിയുടെ അമ്മ തട്ടിപ്പ് നടത്തിയ ജോമോന് 8,65,000 രൂപ നൽകി. ഇതിൽ 2 തവണ പണം നൽകിയത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം പണം നഷ്ടപ്പെട്ടതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയത് ഒന്നാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇന്നലെ വൈകിട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റും രേഖപ്പെടുത്തി. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചും പൊതുജനങ്ങൾക്കിടയിൽ പോലീസ് സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും കുറ്റകൃത്യം നടത്തിയ ജോമോൻ മുൻപും സമാന സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട. ആലപ്പുഴ നഗരത്തിലെ എയ്ഡഡ് സ്കൂളിൽ കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥിനിയെ സഹപാഠിയായ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. വിദ്യാർത്ഥിനികൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു മർദ്ദനമെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മർദ്ദനത്തിൽ കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥിനിക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. രക്ഷകർത്താക്കളുടെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി. തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞ ശേഷം ക്ലാസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി സഹപാഠി മർദ്ദിച്ചെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. മറ്റ് സഹപാഠികളെ മുറിക്ക് കാവൽ നിർത്തിയ ശേഷമായിരുന്നു മർദ്ദനം. കൈമുട്ടുകൊണ്ട് പലതവണ മുതുകിൽ മർദ്ദിച്ചു. അവശനിലയിലായ വിദ്യാർത്ഥിനി പുറത്തിറങ്ങി അധ്യാപകനെ വിവരമറിയിച്ചെങ്കിലും പ്രശ്നം പുറത്തറിയാതിരിക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് അവൾ വരുന്നത് ഒരു കുട്ടി അവളെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ക്ലാസ് റൂമിലോട്ട് കയറ്റി വേറൊരു കുട്ടിയെ കൊണ്ട് ക്ലാസ് റൂം അടപ്പിച്ചിട്ട് കുട്ടിയുടെ മുതുക് ഇടിച്ച് ചതച്ച് വിട്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ എച്ച് എം പറഞ്ഞത് മോള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് മോള് പറയണം മോൾക്ക് മുതുക് വേദനയാണെന്ന് പറയണം, സ്കൂളിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യരുത്, സ്കൂളിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളത് ഒത്തുതീർപ്പാക്കാൻ ചെന്നപ്പോൾ PTA-ക്കാരും ടീച്ചേഴ്സും എല്ലാം കൂടെ അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങളെ മോശക്കാരാക്കിയിട്ട് മീഡിയക്കാർക്ക് എവിടെ വേണേലും നിങ്ങൾ കൊടുത്തോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെ ഒന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞിന് സുഖമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കിയിരിക്കുക, CT സ്കാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ ഒരു കണ്ണിന് കാഴ്ച പരിമിതി ഉള്ളതാണ്. മർദ്ദനമേറ്റ ദിവസം തന്നെ കുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചിരുന്നു. എന്നാൽ ഇന്ന് ശ്വാസം മുട്ടലിനെ തുടർന്ന് വീണ്ടും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ നടുവിന് ക്ഷതമേറ്റിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് ആശുപത്രിയിലെത്തി വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്തു. 2 കുട്ടികളുടെയും രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ പരാതിയില്ലെന്ന് ഇരു കൂട്ടരും അറിയിച്ചതായി സൗത്ത് പോലീസ് പറയുന്നു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയുടെ പരാതി വനിതാ സ്റ്റേഷനിലേക്ക് കൈമാറി. ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്നും SHO K ശ്രീജിത്ത് പറഞ്ഞു. പരീക്ഷ എഴുതാനുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ജനം, ആലപ്പുഴ. ആശമാരുടെ സമരത്തെ പിന്തുണച്ചതിന് വ്ളോഗർക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത പോലീസ്. പത്തനംതിട്ട സ്വദേശി നീനുവിന്റെ പരാതിയിൽ പന്തളം പോലീസാണ് കേസെടുത്തത്. തൃശൂർ കുന്നംകുളം സ്വദേശി ജനാർദ്ദനന് എതിരെയാണ് കേസ്.
ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് നീനു 3 വീഡിയോകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. CPM അനുകൂലികളുടെ വ്യാപക സൈബർ ആക്രമണത്തിന് ഇതോടെ നീനു ഇരയായി. വ്യക്തി അധിക്ഷേപം നടത്തുന്ന കമന്റുകളും ഭീഷണി സന്ദേശങ്ങളും ഇടത് ഐഡികളിൽ നിന്നും നിരന്തരം വന്നു. കൂട്ടമായി റിപ്പോർട്ടടിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പ്രവർത്തനം നിർത്തിക്കാനും ശ്രമമുണ്ടായി. ഇതോടെയാണ് നീനു പോലീസിൽ പരാതി നൽകിയത്. ആശാ വർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തത്. അത് യാതൊരുവിധ രാഷ്ട്രീയ പ്രേരണയൊന്നുമില്ല. ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. കാര്യം ഞാൻ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു 10 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവരോട് സഹപ്രവർത്തകരോട് തോന്നിയ ഒരു വികാരത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവർക്ക് ന്യായമായ അവകാശങ്ങൾ കിട്ടണം എന്നുദ്ദേശിച്ചിട്ട വീഡിയോകളായിരുന്നു. അതിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള വളരെയധികം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 വീഡിയോയും നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസാരമായ സമയത്ത് അതിന് ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നതെന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ആശാ വർക്കർമാർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള കമൻസുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നു തുടങ്ങി. അതുപോരാതെ തന്നെ വ്യക്തിഹത്യയും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈബർ അധിക്ഷേപം നടത്തിയ ആളുകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് നീനു പരാതി നൽകിയത്. ഇതിൽ കുന്നംകുളം സ്വദേശി ജനാർദ്ദനെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ജനം, പത്തനംതിട്ട. വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ ഊർജിതമാക്കി പോലീസ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നതായാണ് വിവരം. വ്യാജ ആധാർ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആസാം നവകോൺ സ്വദേശി ഹർജുൽ ഇസ്ലാം പിടിയിലായിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർ വ്യാജ ആധാർ കാർഡുകളിൽ കേരളത്തിൽ തങ്ങുന്നതായുള്ള വിവരത്തിൽ എറണാകുളം റൂറൽ മേഖലയിൽ നടത്തിയ പരിശോധനകളിൽ 40ഓളം ബംഗ്ലാദേശികൾ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളിലാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീങ്ങിയത്. പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നവരുണ്ടെന്ന വിവരത്തിൽ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതി പ്രകാരമായിരുന്നു വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നത്. പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടത്തി വന്നിരുന്ന അസ്ലാം മൊബൈൽസ് എന്ന സ്ഥാപനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാജ ആധാർ കാർഡ് നിർമ്മാണം കണ്ടെത്തിയിരുന്നത്. വ്യാജമായി നിർമ്മിച്ച ആധാർ കാർഡുകളും കണ്ടെത്തിയിരുന്നു. മൊബൈൽ ഷോപ്പിൽ സിം കാർഡ് എടുക്കുന്നതിനായി എത്തുന്നവരുടെ കാർഡ് സ്കാൻ ചെയ്ത് ഫോട്ടോ മാറ്റിയാണ് വ്യാജ കാർഡുകൾ നൽകിയിരുന്നത്. പെരുമ്പാവൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകിയിരുന്നതായി സംശയിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ആലുവ, അങ്കമാലി ഭാഗങ്ങളിലും തൃപ്പൂണിത്തുറയിലും നുഴഞ്ഞുകയറ്റക്കാർ പിടിക്കപ്പെട്ടിരുന്നു. രാജ്യത്ത് തങ്ങുന്നതിനുള്ള എല്ലാ വ്യാജരേഖകളും നിർമ്മിച്ചു നൽകാൻ കേരളത്തിൽ പ്രത്യേക ഏജന്റുമാരുണ്ട്. ജനം, കൊച്ചി. കൊല്ലത്ത് 90 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ഉമൈനെല്ലൂർ വടക്കങ്കര സ്വദേശി ഷിജുവാണ് അറസ്റ്റിലായത്. ഡൽഹിയിൽ നിന്നും വിമാനമാർഗം എത്തിച്ച 4 ലക്ഷത്തോളം വില വരുന്ന MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഇന്ന് പുലർച്ചെയാണ് കൊല്ലം നഗരത്തിൽ നിന്ന് 90 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായത്. ഡൽഹിയിൽ നിന്നും വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷം ബസ്സിൽ കൊല്ലത്തേക്ക് വന്നു. മാടന്നട ഭാഗത്തുകൂടി നടന്നു വരുന്നതിനിടെയാണ് ഷിജു പിടിയിലായത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. തൂക്കി വിൽക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ഷിജുവിൽ നിന്ന് കണ്ടെടുത്തു. ഇയാൾ 63 കിലോ കഞ്ചാവുമായി മുൻപ് ആന്ധ്രയിൽ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഏറെ നാളുകളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഷിജു. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരം യാത്രകൾ നടത്തുന്നതും സംശയത്തിനിടയാക്കിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും ഇരവിപുരം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. MDMA വാങ്ങുന്നവരെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും ഇയാളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി. പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നടന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി 57-കാരിയായ വിലാസിനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ കുടലിന് ചെറിയ മുറിവേറ്റതായും തുന്നിട്ടതായും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രോഗിക്ക് സാധാരണ ഭക്ഷണം നൽകി.
തുടർന്ന് വയറുവേദനയെ തുടർന്ന് ICUവിലേക്ക് മാറ്റി. അണുബാധ ഉണ്ടായതായും വീണ്ടും ശസ്ത്രക്രിയ വേണമെന്നും ബന്ധുക്കളെ അറിയിച്ചു. തുടർന്ന് 10-ാം തീയതി വീണ്ടും ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സർജറിക്ക് ശേഷം അമ്മ ബോധം വന്നിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഇന്ന് രാവിലെ 5:15 BP ഡൗൺ ആയി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. കാരണം യൂട്രസിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യേണ്ടതല്ലേ. ഇപ്പോൾ കീ ഹോൾ ചെയ്ത് ഒന്നുകിൽ പഠിക്കുന്ന പിള്ളേർ ചെയ്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇത്രയും വലിയൊരു ഇത് പറ്റിയത്. യൂട്രസിൻ്റെ സർജറിക്ക് ഇത്രയും വലിയൊരു പിഴ പറ്റേണ്ട ഒരു കാര്യമില്ല. അതേസമയം ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ഥിതി ഗുരുതരമാവുകയും ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചുവെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺപ്രീത് വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. സംഭവത്തിൽ ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകി. ജനം, കോഴിക്കോട്. കൊല്ലത്ത് 10 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ. നേരത്തെ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ CPM പ്രവർത്തകന്റെ സുഹൃത്ത് ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത്. ഒളിവിലുള്ള ദീപുവിനായി അന്വേഷണം തുടരുകയാണ്. ചാക്ക് ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ CPM പ്രവർത്തകൻ വഞ്ചിക്കോവിൽ സ്വദേശി ദീപുവിന്റെ സുഹൃത്താണ് ജോർജ്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരവിപുരത്തെ ജോർജിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 10 ചാക്കുകളിലായി ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയത്. ജോർജിനെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ വഞ്ചിക്കോവിൽ ജംഗ്ഷനിലെ കടമുറിയിൽ നിന്നാണ് 50 ചാക്ക് ലഹരി ഉത്പന്നങ്ങൾ കണ്ടെത്തിയത്. പ്രതി ദീപു ഇപ്പോഴും ഒളിവിലാണ്. ഇരവിപുരത്താകെ 200 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഒളിവിൽ പോയ ദീപു ഇരവിപുരത്ത് തന്നെയുണ്ടെന്നും ഇയാൾക്ക് പാർട്ടി സംരക്ഷണമുള്ളത് കൊണ്ടാണ് പോലീസ് പിടികൂടാത്തതെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ്. ഇയാളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു വരികയാണ്. സ്കൂൾ, ഉത്സവങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വൻതോതിൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ജനം, കൊല്ലം. ഇടുക്കി കരുണാപുരം ചീറ്റുകുഴിയിൽ വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപ്പകൽ മോഷണം. ടൗണിലെ പൊന്നു സ്റ്റോഴ്സിൽ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിക്കപ്പെട്ടത്. സംഭവത്തിൽ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ജീവനക്കാരനായ അജിത് കുമാറിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 10:30യോടെയാണ് ചേറ്റുകുഴി ടൗണിലുള്ള പൊന്നു സ്റ്റോഴ്സിൽ മോഷണം നടന്നത്. കടയുടമ സാബു പുറത്തേക്ക് പോയ സമയത്ത് കളക്ഷൻ ഏജന്റായ അജിത് കുമാറാണ് കടയുടെ മുൻവശത്തുണ്ടായിരുന്നത്. അല്പസമയത്തിന് ശേഷം കടയിലെത്തിയ ഡെലിവറി വാഹനത്തിൽ പണം നൽകാൻ നോക്കിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. പിന്നാലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് അജിത് കുമാറാണ് മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞത്. വണ്ടൻമേട് പോലീസിൽ വിവരം അറിയിച്ച ശേഷം സാബു കട്ടപ്പനയിലെ അജിത് കുമാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി. തൊട്ടു പിന്നാലെ തന്നെ വണ്ടൻമേട് പോലീസും സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സ്ഥാപനത്തിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ ഇയാൾ മോഷ്ടിച്ച 10,000 രൂപയും പോലീസ് കണ്ടെടുത്തു. കടയിൽ നിന്നും ഇതിനു മുമ്പും പണം മോഷണം പോയിട്ടുള്ളതായി സാബു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, ഇടുക്കി. വാളയാർ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി വാളയാർ അമ്മയുടെ ചെറിയച്ഛൻ. വാളയാറിലെ 13 വയസ്സുകാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു. 13 വയസ്സുകാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നുവെങ്കിലും കുട്ടിയെ മൊഴി കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ല എന്നും ചെറിയച്ഛൻ. വാളയാർ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് പെൺകുട്ടികളുടെ അമ്മയുടെ ചെറിയച്ഛൻ രംഗത്തെത്തിയിരിക്കുന്നത്. 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നുവെന്നും 13 വയസ്സുകാരിയുടെ നെഞ്ചിലും കാലിലും തുടയിലും പൊള്ളിയ പാടുണ്ടായിരുന്നുവെന്നും ചെറിയച്ഛൻ പറയുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു 10-15 ആൾക്കാർ ചീട്ട് കളിച്ചെങ്കിലും ഇതിലൊക്കെ തൂപ്പിങ്ങനെ വെച്ച് ഇരുന്നിട്ട് 8-9 ചീട്ടുകെട്ടും അവിടെ. അതാണ് നേരിട്ട് കണ്ടത്. ഈ മാറിൻ്റെ ഇടവ മാറുകളിൽ ഒരു തീപ്പൊള്ളിയുമായൊരു പാടും തൊടയിലൊരു പാടും കണ്ടത്. അല്ല എൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഒരു വീഡിയോ എത്തിച്ചിട്ട് കുത്തിയമ്മയിലുള്ള പാടും, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. കമ്പി വെച്ചാണ് പറഞ്ഞാൽ നീളത്തിലുള്ള ഉണ്ടാവുക. 13കാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നു. എന്നാൽ
കുട്ടിയെ മൊഴി കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ല. കുറച്ചു ദിവസം തൻ്റെ വീട്ടിൽ അമ്മയും മക്കളും താമസിച്ചിരുന്നുവെന്നും മദ്യപിച്ചതിനാൽ വീട്ടിൽ നിന്നും പോവാൻ പറഞ്ഞതായും ബന്ധു പറയുന്നു. എൻ്റെ മകളും അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോകണം. എൻ്റെ മകളെ ഏത് മയത്തിൻ്റെ അവിടെ കൊണ്ടുപോകണം തള്ളി കൂട്ടുകളെ കുട്ടിനെ കൈ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി. ബന്ധുക്കൾ CBIക്കും മൊഴി നൽകിയിട്ടുണ്ട്. 2017 ജനുവരി 13 വാളയാർ അട്ടപ്പള്ളത്ത് 13 വയസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 4 9 വയസ്സുകാരിയായ സഹോദരിയെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജനം, പാലക്കാട്. കണ്ണൂർ പാനൂരിൽ BJP പ്രവർത്തകനെ വെട്ടേറ്റ സംഭവത്തിൽ CPM പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. CPMകാരായ അജ്നാസ്, അജിത്ത് എന്നിവരടക്കം 8 പേരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BJP പ്രവർത്തകരായ കൊല്ലമ്പറ്റ സ്വദേശി ഷൈജുവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച സംഭവത്തിലാണ് CPMകാർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തത്. പൊയിലൂർ മുത്തപ്പൻ മടപ്പുരയിൽ ഉത്സവം കാണാൻ പോയ BJP പ്രവർത്തകരെ രാഷ്ട്രീയ വിരോധം വെച്ച് CPM പ്രവർത്തകരായ അജ്നാസും അജിത്തും കണ്ടാലറിയാവുന്ന മറ്റ് 6 പേരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് FIRൽ പറയുന്നത്. കൊടുവാളും ഇരുമ്പ് പൈപ്പും ഉപയോഗിച്ചാണ് BJP പ്രവർത്തകരെ ആക്രമിച്ചത്. ഷൈജുവിനെ തടഞ്ഞുവെച്ച് 1-ാം പ്രതി അജ്നാസ് കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് കൊടുവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. 2-ാം പ്രതി അജിത്ത് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷൈജുവിന്റെ ഇടത് കൈക്ക് അടിക്കുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്നവരെ പട്ടിക കഷ്ണം വെച്ചാണ് ഉപദ്രവിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് BJP പ്രവർത്തകരായ ഷൈജുവിനെയും സുഹൃത്തുക്കളെയും CPMകാർ ആക്രമിച്ചത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷൈജു തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, കണ്ണൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള തളിപ്പറമ്പ് കരിമ്പം ഫാമിലെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തതിന് ഫാമിലെ ജീവനക്കാരനെ CPMകാർ നിരന്തരം ദ്രോഹിക്കുന്നതായി പരാതി. കരിമ്പം ഫാമിലെ ജീവനക്കാരനായ VV രൂപേഷാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫാമിലെ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഫാമിലെ ജീവനക്കാരനും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ബന്ധുവിനെയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും രൂപേഷ് പറയുന്നു. തളിപ്പറമ്പ് കരിമ്പം ഫാമിൽ നടന്ന അഴിമതി ചോദ്യം ചെയ്തതും ഫാമിലെ ജീവനക്കാരനായ CPM ബ്രാഞ്ച് സെക്രട്ടറി ജോലിക്ക് വന്ന് ഒപ്പിട്ട ശേഷം പാർട്ടി പരിപാടികൾക്ക് പോയത് ചോദ്യം ചെയ്തതുമാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നാണ് രൂപേഷ് പറയുന്നത്. കരിമ്പ ഫാമിൽ ഒരു അഴിമതി നടന്നിനി. കരിമ്പ ഫാമിൽ തന്നെ ഈ ഷനൂബ് എന്ന് പറയാൻ ഒപ്പിട്ടിട്ട് പാർട്ടി പരിപാടിക്കെല്ലാം പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പത്രത്തെല്ലാം വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കരിമ്പ ഫാമിൽ നിന്ന് ഇവരെന്നെ തല്ലാൻ വേണ്ടി വന്നു. തല്ലാൻ വന്ന സമയത്ത് ഞാനത് പിറ്റേ ദിവസം ഇവരെ വലിയ കേസാണ് കൊടുത്തിന്. അന്ന് മുതൽ ഈ 2 സംഭവം എൻ്റെ മനസ്സിലുള്ളത്. വേറെ എന്താണെന്ന് കാരണം എന്ന് എനിക്കറിയില്ല. അതിനുശേഷം എനിക്ക് ഒരു പരിപാടിക്കോ ഒരു കല്യാണത്തിനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. എവിടെ പോയാലും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി തനിക്കു നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഏതാനും ദിവസം മുമ്പ് ഉത്സവപ്പറമ്പിൽ വെച്ചും ഫാമിലെ ജീവനക്കാരനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂബിന്റെ നേതൃത്വത്തിൽ രൂപേഷിനെ ആക്രമിച്ചു. തടയാൻ വന്ന തന്റെ ബന്ധുവിനെയും ആക്രമിച്ചു എന്നും ഇദ്ദേഹം പറയുന്നു. എന്നിട്ടിപ്പോൾ ഗാനവിളക്ക് പോയ സമയത്ത് ഇവരെല്ലാം കൂടി വന്നിട്ട് എന്നെ അടിച്ചു. പിടിച്ചൊക്കെ വന്ന് എൻ്റെ മാമീനും തച്ചു. എന്നിട്ട് ഇവർ എൻ്റെ പേര് കള്ള കേസ് കൊടുത്തു. ഇവരെ തച്ചു വണ്ടി അടിയിലെ ജനങ്ങൾ മൊത്തം കാണുന്നുണ്ട് തല്ലുന്ന ആരാന്ന് എന്നെ സംഭവിച്ചിരുന്നു. എന്നിട്ട് ഇവരെന്നെ ജീവിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഫാമിലിപ്പം ജോലിയും ഫാമിനെതിരെ ഒരു വാർത്ത മക്തവിൽ കൊടുത്തു. അത് ആരാ കൊടുത്തത് എനിക്കറിയില്ല. ഞാനത് കൊടുത്തിട്ടേ ഇല്ല. ഞാനത് തെളിയിക്കാൻ തയ്യാറാണ്. എൻ്റെ മുന്നിൽ എല്ലാ തെളിവുകളുണ്ട്. തനിക്ക് നേരെ നിരന്തരം ഭീഷണിയുണ്ടെന്നും ഫാമിന് പുറത്ത് തനിക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ടെന്നും ഇനിയും തന്നെ അപായപ്പെടുത്തുമെന്ന ഭയമുണ്ടെന്നും രൂപേഷ് പറയുന്നു. ജനം, കണ്ണൂർ. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ തള്ളി. നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ്. കോടതിയെ ഇക്കാര്യം പോലീസ് അറിയിച്ചു. തൃശൂർ ചാലക്കുടിയിൽ മദ്യം മോഷ്ടിച്ചയാൾ പിടിയിലായി. ആളൂർ സ്വദേശി മോഹൻദാസ് ആണ് പിടിയിലായത്. ചാലക്കുടിയിലെ പ്രീമിയം കൗണ്ടറിൽ നിന്നാണ് ഇയാൾ മദ്യം മോഷ്ടിച്ചത്. കുറച്ചു ദിവസമായി പ്രീമിയം കൗണ്ടറിൽ നിന്ന് ബക്കാഡി മദ്യം മോഷണം പോയിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ്
മോഹൻദാസ് മദ്യം മോഷ്ടിച്ച വിവരം ജീവനക്കാർക്ക് മനസ്സിലായത്. ഇന്നലെ രാത്രി വീണ്ടും മോഷണ ശ്രമം നടത്തുന്നതിനിടെ ഇയാളെ ജീവനക്കാർ പിടികൂടുകയായിരുന്നു. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയ ER നഗർ സ്വദേശിനി ഉഷയ്ക്കാണ് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നത് എന്നാണ് ആരോപണം. ഫെബ്രുവരി 28-നായിരുന്നു സംഭവം. അരമണിക്കൂർ ആശുപത്രി നിന്നിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്.